ഹായ് കുട്ടികളെ, ഷെജിസ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ +2 മാത്സിലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിലെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണ് ഇന്ന് പഠിക്കുന്നത്. അതിന് കുറച്ച് പ്രോബ്ലംസും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ലാസ് കാണുക. പിന്നെ എല്ലാവരും എഴുതിയൊക്കെ പഠിക്കുന്നുണ്ടോ? എഴുതിയൊക്കെ പഠിക്കണം കേട്ടോ. എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അത് എക്സാമിന് എഴുതാനൊക്കെ പറ്റുള്ളൂ, അല്ലെ മറന്നു പോകും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ ആണ്. അതിന് ഞാനൊരു രണ്ട് ഫംഗ്ഷൻ ലെറ്റ് ചെയ്യുകയാണ്. ശ്രദ്ധിച്ചോ. ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x - 3 ആൻഡ് g from x to and g from r to r defined by g of x is equal to x plus 3/2. അങ്ങനെ രണ്ട് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇതിൽ നിന്ന് ഞാൻ എടുക്കുകയാണ് g of f of x. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ എന്താണ്? കോമ്പോസിഷൻ ഫംഗ്ഷൻ പഠിച്ചില്ലേ? അതിന്റെ ഒരു സംഭവമാണ് g of f of x equal to g of, ഇവിടെ f of x എന്താണ്? 2x - 3. അപ്പൊ എങ്ങനെ എഴുതും? 2x - 3. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു g ഫ്രം എന്താണ്? ഈ g x എന്ന് പറഞ്ഞാൽ എന്താണ്? x plus 3/2 ആണ്. ഇവിടെ 2x - 3 എന്ന് പറയുമ്പോൾ ഈ x ആയിട്ട് കണക്കാക്കുക, അതായത് g of x ആയിട്ട് ഇതിനെ കണക്കാക്കിയാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 2x - 3 എന്ന് പറയുന്നത് ഈ x plus 3/2ന്റെ അവിടെ x ആയിട്ട് കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2x - 3 plus 3 divided by 2 അല്ലേ? that is equal to ഈ -3 plus 3 കട്ടാക്കി ബാക്കി എന്തുണ്ട്? 2x/2 that is equal to 2 കട്ട് ചെയ്താൽ ആൻസർ is x അല്ലേ? അപ്പൊ നമുക്ക് g of f of x equal to x എന്ന് കിട്ടും. ഇത് എന്ത് ഇംപ്ലൈ ചെയ്യും? g of f equal to 1 എന്ന്. that is the identity. okay? ഇനി നോക്കിയേ. അപ്പോ ദാറ്റ് ഇംപ്ലൈ g of f equal to 1 എന്ന് കിട്ടിയില്ലേ? അപ്പൊ ഇനി g of f ന് പകരം നമ്മൾ f of g ഇതുപോലെ കണ്ടുപിടിച്ചാലും എന്ത് തന്നെ വരും? 1 തന്നെ വരും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഐഡന്റിറ്റി അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഈ രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോമ്പോസിഷൻ ഫംഗ്ഷൻ ഐഡന്റിറ്റി ആയിട്ടുള്ള എന്താണ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പറയാം ഈ f എന്ന് പറയുന്നത് is the inverse of g ആണെന്ന് പറയാം. okay, that is എന്താണ്? it is denoted by the letter f inverse 1. f inverse 1 എന്നാണ് ഇത് ഡിനോട്ട് ചെയ്തത്. ഇതിനെ നമ്മൾ എന്ത് വായിക്കും? f inverse എന്ന് വായിക്കും. എഴുതുന്നത് f inverse 1 എന്നാണ്. ഓക്കെ, ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ f inverse 1 എന്ന് എഴുതും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ f from x to y is defined to be invertible g from y to x such that g of f equal to ix and f of g is equal to iy. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ, ഇൻവേർട്ടിബിൾ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ഇങ്ങനെയാണ് f from x to y is defined to be invertible. പിന്നെയോ g from y to x such that g of f equal to ix and f of g is equal to iy. പിന്നെയോ g of f is also invertible ആകും. പിന്നെ എന്താണ് വേറെ വരുന്നത്? g of f the whole inverse equal to f inverse o g inverse. ഇതാണ് ആക്ച്വലി അതിന്റെ ഡെഫിനിഷൻ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ. Next question, show that f from -1 to 1 gives r given by f of x equal to x by x plus 2 is 1 1. Find the inverse of the function f from -1 to 1 gives range f. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f of x equal to x by x plus 2 ആണ്. let x1, x2 belong to -1 1 എന്ന് ഞാൻ എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ പറയാം? such that f of x1 equal to f of x2 അല്ലേ? that implies എന്താണ്? x1 by x1 plus 2 equal to x2 by x2 plus 2. ശരിയല്ലേ? that implies എങ്ങനെ എഴുതാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എങ്ങനെയാ? x1 into x2 plus 2 equal to x2 into x1 plus 2. ശരിയല്ലേ? that implies x1 x2 plus 2x1 equal to x1 x2 plus 2x2. okay, then
x1 x2 കട്ട് ചെയ്തു, 2 കട്ട് ചെയ്ത് നമുക്ക് എന്ത് പറയാം? x1 ഈക്വൽ ടു x2. ഇതെന്ത് ഫംഗ്ഷൻ ആണെന്ന് പറയാം? 1 1 ആണെന്ന് പറയാം. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. ഇനി നമ്മളിത് കഴിഞ്ഞ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും കൂടി പറയുന്നില്ല. ഓക്കെ, ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കണക്റ്റഡ് ആയിട്ട് മറ്റേ ഭാഗം കൂടി ചെയ്യാം. ഓക്കെ, ഇതിന്റെ നെക്സ്റ്റ് പോർഷൻ ലെറ്റ് y is equal to x by x plus 2. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പറയാം? y ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ എങ്ങനെയും y into x plus 2 equal to x അല്ലേ? ഇനി എങ്ങനെ എഴുതാം? xy plus 2y equal to x. ഇതിൽ നിന്ന് xy minus x equal to 2y. ശരിയല്ലേ? ഇവിടെ x കോമൺ എടുത്താൽ y minus 1 equal to 2y അല്ലേ? That implies x equal to 2y by y 1 minus y അല്ലേ? 2y is equal to 2y by 1 minus y എന്ന് കിട്ടും. അപ്പോൾ x ന്റെ വാല്യൂ കിട്ടി. Therefore f dash x equal to നമുക്ക് എന്ത് പറയാം? 2x by 1 minus x എന്ന് പറയാം. ശരിയല്ലേ? അതായത് y is equal to x by x plus 2. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, y into x plus 2 is equal to x. Then ഇത് മൾട്ടിപ്ലൈ ചെയ്തു, xy plus 2y is equal to x. That is xy minus x. ഇത് ഇപ്പുറത്തെടുത്തു 2y. അപ്പോൾ ഇതിൽ നിന്ന് x കോമൺ ഉണ്ട്, x കോമൺ എടുത്തു, x into y minus y 1 equal to 2y. Then x equal to 2y by 1 minus y. അങ്ങനെയാണെങ്കിൽ നമുക്ക് f dash x is equal to 2x by 1 minus x എന്ന് പറയാം. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? If f of x equal to sin x and g of x equal to x square, find f of g x. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഒന്ന് നോക്കണുണ്ട് എല്ലാവരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതിന്റെ എഫ് ഒ ജി എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എഫ് ഒ എക്സ് സ്ക്വയർ, ജി ഓഫ് എക്സ് എന്താ? എക്സ് സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് എന്താ? സൈൻ എക്സ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? സൈൻ എക്സ് സ്ക്വയർ. എളുപ്പമാട്ടോ, വളരെ സിമ്പിൾ ആണ്. പക്ഷെ പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ ഒന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അല്ല മനസ്സിലായല്ലോ? അടുത്ത നമ്മൾ നോക്കുന്നത് ബൈനറി ഓപ്പറേഷൻസ്. ഇതില് ബൈനറി ഓപ്പറേഷന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് എ ഈസ് എ ഫംഗ്ഷൻ സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ. ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ ഓപ്പറേഷൻസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താ ഈ ഓപ്പറേഷൻസ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ ഓപ്പറേഷൻസിന് എക്സാമ്പിൾ ആണ്. പിന്നെ മാക്സിമം, മിനിമം പറയാം, ഡിവൈഡ്സ് പറയാം. അപ്പൊ അതെല്ലാം എന്താണ്? ഓപ്പറേഷന് എക്സാമ്പിൾ ആണ്. അപ്പോ ഞാൻ ഒരു നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 etc. ഓക്കെ, ഇതില് ഒരു 2 നമ്പേഴ്സ് നമ്മൾ എടുക്കുകയാണ്, 1 2. ഇതില് നമ്പേഴ്സ് നമ്മൾ എടുത്തു 1 2. ഇതില് ആഡ് ചെയ്യാണ് ആദ്യം. 1 plus 2 എന്താണ്? 3 അല്ലെ? ബിലോങ് ടു നാച്ചുറൽ നമ്പർ അല്ലെ? ഇനി അടുത്തത് ഞാൻ ഈ 1 minus 2 ചെയ്യാണ്. -1 ആണ് കിട്ടുന്നത്. നോട്ട് ബിലോങ് ടു n. നാച്ചുറൽ നമ്പറിലുണ്ടോ ഇത്? പോസിറ്റീവ് നമ്പേഴ്സിലേ വരുള്ളൂ, അപ്പൊ ഇല്ല. ഇനി 1 into 2 എത്ര കിട്ടും? 2 is belong to n. ഇനി അടുത്തത് 1 divide 2, that is 1/2 is not belong to n. ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മൾ ഇതില് ഈ ബൈനറി ഓപ്പറേഷൻസ് ആയ 4 കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തു. അതായത് അഡീഷൻ ചെയ്തു, സബ്ട്രാക്ഷൻ ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, പിന്നെയോ ഡിവിഷനും ചെയ്തു. അതില് നമുക്ക് ഈ നാച്ചുറൽ നമ്പേഴ്സിൽ എടുത്തതില് ഈ നാച്ചുറൽ നമ്പർ, അതായത് 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് തന്നെ കിട്ടിയത് ഏതൊക്കെയാണ്? അഡീഷനിലും പിന്നെയോ മൾട്ടിപ്ലിക്കേഷനിലും മാത്രമേ നാച്ചുറൽ നമ്പർ തന്നെ കിട്ടിയുള്ളൂ. അങ്ങനെ നാച്ചുറൽ നമ്പർ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്കത് പറയാം, അത് ബൈനറി ഓപ്പറേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം. അതായത് 1 plus 2 equal to 3 belong to n is a binary operation. ഇതോ 1 minus 2 is equal to -1 did not belong to n.
is not a binary operation. അതുപോലെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തല്ലോ 1 into 2 equal to 2 belong to m is also a binary operation. പക്ഷേ 1/2 is equal to 1/2 not belong to a natural number, therefore its division is not a binary operation. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ ചെയ്യാം. അപ്പോൾ അതാണ് എന്താണ് എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് ഈസ് എ ഫംഗ്ഷൻ സ്റ്റാർ ഫ്രം എ ക്രോസ് എ ബിലോങ് ടു എ. ഇത്രേ ഉള്ളൂ കാര്യം. ഇതാണ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ ഡെഫിനിഷൻ ഒന്നും കണ്ട് പേടിക്കേണ്ട. ഈ സംഭവം ഇങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, മനസ്സിലായല്ലോ? A is equal to 1, 2, 3, 4 and star from A cross A to A is given by A star B is equal to HCF of AB. A star is a binary operation. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? എന്താണ്? സെറ്റ് A is equal to 1, 2, 3, 4 എന്ന് തന്നിട്ടുണ്ട്. A star B is equal to HCF of A, B ഇങ്ങനെ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു വരയ്ക്കണം. വരച്ചിട്ട് 1, 2, 3, 4 ഇവിടെ കൊടുക്കുക. പിന്നെ 1, 2, 3, 4 ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇനി ഇത് A, ഇത് B. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കിയേ. A star B equal to HCF of AB. എന്താ HCF? അറിയാലോ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ദാറ്റ് ഈസ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് A and B. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഓരോ എലമെന്റ്സും ഈ എലമെന്റ്സ് എല്ലാം കൂടി നമ്മൾ A ആയിട്ട് എടുക്കുന്നു. ഇവിടെയുള്ള എലമെന്റ്സ് എല്ലാം കൂടി നമ്മൾ B ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇനി 1, 1, 1, 1 അതായത് 1 star 1 അതായത് A star B എന്താണ്? ഈക്വൽ ടു HCF ഓഫ് AB. അത് കണ്ടുപിടിക്കണം എന്നാണ്. അപ്പൊ 1 star 1 അതായത് 1ന്റെയും HCF എന്താണ്? ഈ രണ്ടിന്റെയും കൂടി HCF എന്താണ്? ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ്? 1 തന്നെയാണ് അല്ലേ? അങ്ങനല്ലേ? അപ്പൊ ഇനി അടുത്തത് ഈ 1 into 2. അപ്പൊ 1ഉം 2ഉം കൂടി ചേരുമ്പോൾ അതിന്റെ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ്? HCF 1 star 2 വരുമ്പോ 1 തന്നെയാണ് അല്ലേ? ഇനി അടുത്തത് 1 into 2 1 star എന്ന് പറയണ്ട കേട്ടോ. 1 star 3 എന്ത് വരും? അതിന്റെ ഹൈയസ്റ്റ് കോമൺ ഫാക്ടറും 3 തന്നെ. 1 star 4ന്റെതും 1 തന്നെ. ഇനി 2 star 1 ഇതിന്റെയോ? ഇതിന്റെ HCF എന്താണ്? 1 2 2 2 star 2 ആകുമ്പോ 2. ഇനി 2 star 3യുടെ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ഇസ് 1. 2 ആണോ? അല്ല. 3 ആണോ? അല്ല. 2 star 3 ഇസ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ്? 1. ഇനി 2 star 4ന്റെത് 2 അല്ലേ? ഇനി അടുത്തത് 3 star 1 1. 3 star 2ന്റെത് 1. 3 star 3ന്റെത് 1. 3 star 3ന്റെത് 3. 3 star 4ന്റെത് 1 അല്ലേ? 4 star 1 എന്താണ്? 1 അല്ലേ? പിന്നെ 4 star 2ന്റെത് 2. 4 star 3 1. 4 star 4 4 അല്ലേ? അപ്പോ മനസ്സിലായോ? ഇത് നമുക്ക് എന്താണ്? ഇതെല്ലാം ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് എന്താണെന്നറിയോ? ഈ ഓരോ എലമെന്റ്സും നമ്മൾക്ക് തന്നിരിക്കുന്ന സെറ്റിലുണ്ടോ എന്ന് നോക്കണം. മനസ്സിലായോ? ഈ നോക്കി ഇവിടെ ഇത്രയും ഉള്ള നമ്പേഴ്സ് ഇവിടെ ഉണ്ടല്ലോ. 1 ഉണ്ടല്ലോ. ഇതിനകത്തുള്ള നമ്പേഴ്സ് ഇവിടെ ഉണ്ടല്ലോ. ഇതിലുള്ളതും ഇവിടെ ഉണ്ട്. അതായത് 1, 2, 3, 4 എന്നുള്ള നമ്പേഴ്സ് ആണ് കിട്ടിയേക്കുന്നത്. ഈ നമ്പേഴ്സ് എല്ലാം നമ്മുടെ സെറ്റിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? A star B is equal to HCF of AB എന്ന് പറയുന്നതിൽ ഈ ഇത് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാം. മനസ്സിലായല്ലോ? എളുപ്പമല്ലേ? ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.